researching the past. MG University BA History 4th semester paper researching the past. Actually we are going to solve a question paper from April 2023. Yes, here is our question paper, and this is our first question in this question paper. Explain deductive method. എന്താണ് deductive method? Deductive സമ്പ്രദായം എന്താണ്? This approach involves systematically gathering and analyzing clues to solve a research puzzle. ഒരു ഗവേഷണ ചോദ്യത്തിന് ആവശ്യമായ, അത് തെളിയിക്കാൻ ആവശ്യമായ വിവരങ്ങൾ ചിട്ടയോടുകൂടി ശേഖരിക്കുകയും അവയെ വിശകലനം ചെയ്ത് പഠിക്കുകയും അന്തിമ നിഗമനത്തിലെത്തുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടിനെയാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരുപാട് ഡാറ്റ ശേഖരിച്ചതിന് ശേഷം ആ ഡാറ്റയൊക്കെ പഠിച്ചതിന് ശേഷം ആ ഡാറ്റയിൽ നിന്ന് ഒരു സിമിലാരിറ്റീസോ റിലേഷൻഷിപ്പുകളോ വല്ലതും കണ്ടെത്താനുണ്ടോ എന്ന് കണ്ടെത്തിയതിന് ശേഷം എവിഡൻസസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി, ഇതെല്ലാം ശേഷം അത് നമ്മൾ അന്തിമ നിഗമനത്തിൽ ഫൈനൽ കൺക്ലൂഷനിൽ എത്തുന്നു എന്നതാണ്. എന്നിട്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഡിഡക്റ്റീവ് മെത്തേഡിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഡിഡക്റ്റീവ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഡിഫൈൻ ദ റിസർച്ച് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ റിസർച്ച് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്ന ചോദ്യം എന്താണെന്നുള്ളത് വളരെ കൃത്യമായി ക്ലിയർ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ റിസർച്ച് പ്രോബ്ലം, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ചോദ്യം എന്താണെന്ന് കൃത്യമായി കണ്ടെത്തുക. രണ്ട്, ഗ്യാദർ ക്ലൂസ് ഓർ ഡാറ്റാസ്. നമുക്ക് ഡാറ്റാസ് എന്ന് പറയേണ്ട, ഡാറ്റ ഓൾറെഡി പ്ലൂറലാണ്. അപ്പം ക്ലൂ കണ്ടെത്തുക. കളക്ട് റെലവൻറ്റ് ഡാറ്റ ത്രൂ വേരിയസ് മെത്തേഡ്. പല രീതികളിലൂടെ പ്രസക്തമായ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത്. അതായത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡാറ്റ കളക്ഷൻ നടത്താൻ കഴിയുക? നമുക്കറിയാം, ഒബ്സർവേഷൻ മെത്തേഡ്, നിരീക്ഷണ രീതി, ഇൻ്റർവ്യൂ മെത്തേഡ്, അതായത് പല വ്യക്തികളുമായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങളിലും ഇൻ്റർവ്യൂകളിലൂടെ, സർവേ മെത്തേഡ്, സർവേ മെത്തേഡുകൾ സ്വീകരിച്ചുകൊണ്ട്, ദെൻ ഡോക്യുമെൻ്റ് അനാലിസിസ്, രേഖകളുടെ പരിശോധനയും വിശകലനവും, എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങൾ. ഇങ്ങനെ ഡാറ്റ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കാൻ പല വഴികൾ തേടാവുന്നതാണ്. ഇതാണ് രണ്ടാമത്, ഗ്യാദർ ഇൻഫർമേഷൻ ഓർ ഡാറ്റ ഓർ ഗ്യാദർ ക്ലൂസ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസ് ക്ലൂസ്. നമ്മൾ ശേഖരിച്ച വിവരങ്ങളെ, ഡാറ്റയെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിൻ ആൻഡ് ഇന്റർപ്രറ്റ് ദ കളക്റ്റഡ് ഡാറ്റ ടു ഐഡന്റിഫൈ പാറ്റേൺസ്, റിലേഷൻഷിപ്സ് ആൻഡ് ഇൻകൺസിസ്റ്റൻസീസ്. പാറ്റേണുകൾ, റിലേഷൻഷിപ്പുകൾ, ഇൻകൺസിസ്റ്റൻസികൾ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ശേഖരിച്ച ഡാറ്റയുടെ പാറ്റേണുകൾ എന്തൊക്കെയുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അവ തമ്മിലുള്ള റിലേഷൻഷിപ്സ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആൻഡ് ഇൻകൺസിസ്റ്റൻസീസ്, പൊരുത്തക്കേടുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അസംഗതങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അവ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇനി ഡെവലപ്പ് തിയറികൾ അഥവാ സിദ്ധാന്തങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മളുടെ ഈ വിശകലനത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സങ്കല്പ സിദ്ധാന്തങ്ങൾ അഥവാ ഹൈപ്പോത്തസിസുകൾ ആദ്യം രൂപീകരിക്കാൻ സാധിക്കുള്ളൂ. ആദ്യം തന്നെ ഒരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള തിയറി നമുക്ക് രൂപീകരിക്കാൻ കഴിയില്ല. പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഹൈപ്പോത്തസിസ് ആണ്, സങ്കല്പ സിദ്ധാന്തമാണ്. ചിലപ്പോൾ അത് ശരിയാകാം, ശരിയാകാതിരിക്കാം. അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പ്രൂവ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ തിയറിയാക്കാൻ സാധിക്കുള്ളൂ. ബേസ്ഡ് ഓൺ ദ അനലൈസ്ഡ് ഡാറ്റ, നമ്മൾ വിശകലനം ചെയ്ത് ശേഖരിച്ച വിവരങ്ങളെ അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ ഫോർമുലേറ്റ് തിയറീസ്. നമുക്ക് സിദ്ധാന്തങ്ങളുടെ ഏകദേശ രൂപം, അല്ലെങ്കിൽ അതിനെ ഹൈപ്പോത്തസിസ് എന്നാണ് വിളിക്കുന്നത്, അത് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കും. ടു എക്സ്പ്ലെയിൻ ദ ഫിനോമിന. നമ്മുടെ പഠനത്തിലിരിക്കുന്ന പ്രതിഭാസം എന്താണോ അതിനെ സംബന്ധിച്ച്, ആ ഫിനോമിനയെ സംബന്ധിച്ച് ഉള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം, അത് നമുക്ക് രൂപീകരിക്കാനായിട്ട് ഈ ഘട്ടത്തിൽ ഏകദേശം സാധിക്കും. അഞ്ചാം ഘട്ടത്തിൽ നമ്മൾ രൂപീകരിച്ച ഏകദേശ സിദ്ധാന്തം അഥവാ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും. ടെസ്റ്റ് തിയറീസ്, അതിനെ വെരിഫിക്കേഷൻ എന്ന് പറയാം. ഡിസൈൻ ആൻഡ് കണ്ടക്ട് എക്സ്പെരിമെന്റ്സ്. എക്സ്പെരിമെന്റുകൾ ഡിസൈൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾ ഡിസൈൻ ചെയ്യുക, അത് നടത്തുക. എന്നിട്ട് പുതിയ വിവരങ്ങൾ ശേഖരിക്കാൻ ആവശ്യം വന്നാൽ പുതിയ വിവരങ്ങൾ, അഡീഷണൽ ഡാറ്റ ശേഖരിക്കേണ്ടിയും ആ ഘട്ടത്തിൽ വന്നേക്കാം. എന്നിട്ട് നമ്മുടെ ഫൈൻഡിങ്സിനെ വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഫൈൻഡിങ്സ് ശരിയാണ് എന്ന് നമുക്ക് കണ്ടെത്തി അതിനെ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതാണ് വാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. ശരിയാണെന്ന് അംഗീകരിച്ച് ബോധ്യപ്പെടുത്തുക എന്നർത്ഥം. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അന്തിമ നിഗമനങ്ങളാണ്, കൺക്ലൂഷനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. സിന്തസൈസ് ദ എവിഡൻസ്. തെളിവുകളെ എല്ലായിടത്തു നിന്നും കൂട്ടിച്ചേർക്കുക. സിന്തസൈസ് എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുകയാണ്.
പല രീതിയിൽ നമ്മൾ പഠനം നടത്തിയാണ്, പല രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചാണ്. അപ്പോൾ ഈ തെളിവുകൾ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സിന്തസൈസ് ചെയ്തുകൊണ്ട് വി ക്യാൻ ഡ്രോ ഇൻ ടു കൺക്ലൂഷൻസ് അബൌട്ട് ദ റിസർച്ച് ക്വസ്റ്റ്യൻ. നമ്മൾ പഠനവിധേയമാക്കിയ ആ റിസർച്ച് പ്രോബ്ലത്തിന് അന്തിമ നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ഫൈൻഡിങ്സ്, നമ്മുടെ ഫൈൻഡിങ്സ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സോ റിസർച്ച് റിസൾട്ട് ക്ലിയർ ആയിട്ട് വളരെ കൺസൈസ് ആയിട്ട് ചുരുക്കി സംക്ഷിപ്തതയോടുകൂടി വെൽ ഓർഗനൈസ്ഡ് മാനറിലാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. ഇനി അതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അവസാനമായിട്ട് ഉള്ള 7 സ്റ്റെപ്പുകളാണ് നമ്മൾ. ഇതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് നമ്മൾ ഒരു കാര്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന രീതി. എക്സ്പ്ലെയിൻ ഡിഡക്റ്റീവ് മെത്തേഡ്. ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും അധികം ഒന്നും ഡീറ്റെയിൽ എഴുതേണ്ട കാര്യമില്ല. പക്ഷേ ഇത് തന്നെ 5 മാർക്കിന് ചോദിച്ചാലോ എന്നോർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യനിൽ അപ്പോൾ നമുക്ക് പറയാം പല ഘട്ടങ്ങളിലൂടെ നമ്മുടെ ഒരു റിസർച്ച് പ്രോബ്ലത്തിന് അനലൈസ് ചെയ്യുകയും സോൾവ് ചെയ്യാനായിട്ട്, റിസർച്ച് പ്രോബ്ലം എന്ന പസിലിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള പല സ്റ്റെപ്പുകളിലൂടെ ആ ഫൈനൽ കൺക്ലൂഷനിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്കെച്ച് ദ റെലവൻസ് ഓഫ് റാഷണാലെ ഓഫ് യുവർ റിസർച്ച്. നമ്മുടെ ഗവേഷണത്തിന്റെ യുക്തിഭദ്രത അതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ വേണം. അത് എങ്ങനെയാണെന്ന് പറയാം. എ റാഷണൽ ഈസ് എ ക്ലിയർ ആൻഡ് കൺസൈസ് എക്സ്പ്ലനേഷൻ ഓഫ് ദ റീസൺസ് ബിഹൈൻഡ് റിസർച്ച്. ഒരു റിസർച്ച് നടത്തുന്നതിന്റെ പിന്നിലുള്ള വളരെ വ്യക്തമായ സംക്ഷിപ്തതയുള്ള വിശദീകരണ എക്സ്പ്ലനേഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, അതായത് റിസർച്ച് സ്റ്റഡിയുടെ വളരെ ക്ലിയർ ആയ കൺസൈസ് ആയ എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാം. ഇൻക്ലൂഡിങ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, അതിന്റെ പ്രാധാന്യം, അതിന്റെ ഗോൾസ് ലക്ഷ്യങ്ങൾ, ആൻഡ് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ്, അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിത ഫലങ്ങൾ. ഇതൊക്കെയാണ് എന്തൊക്കെയാണ് എ റാഷണൽ ഈസ് എ ക്ലിയർ ആൻഡ് യുക്തിഭദ്രതയുണ്ട്. നമ്മുടെ റിസർച്ച് പ്രോബ്ലം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വളരെ സേഫ് ആയിട്ടുള്ള വളരെ യുക്തിഭദ്രമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ അതിന്റെ പ്രസക്തമാണ്, ഗോൾസ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അത് ആ റിസർച്ച് നടത്തിയാൽ എന്ത് റിസൾട്ടാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന റിസൾട്ട്സ്, ഇതൊക്കെ നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമാണ് ആ റിസർച്ച് അല്പമെങ്കിലും യുക്തിഭദ്രമാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. സോ റെലവൻസ് ഓഫ് റാഷണൽ ഇൻ റിസർച്ച്. ഈ റാഷണൽ റിസർച്ചിൽ എന്തിനാണ് അതിന്റെ റെലവൻസ്, ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ചോദ്യത്തിന് നിന്ന് നമ്മൾ തന്നെ മാറരുത്. എന്താണ് റാഷണൽ എന്നുള്ളത് ആദ്യം പറഞ്ഞു. അത് ഇനി അതിന്റെ പ്രസക്തി എന്തിനാണ്, യുക്തിഭദ്രതയുടെ എന്തിനാണ് ഗവേഷണത്തിൽ യുക്തിഭദ്രത വേണമെന്ന് ശാഠ്യം പിടിക്കുന്നത് അല്ലെങ്കിൽ യുക്തിഭദ്രത തേടുന്നത്. അത് ഒന്ന് ജസ്റ്റിഫിക്കേഷൻ ആണ്, നമുക്കൊരു ന്യായീകരണം വേണം. എന്തിനാണ് നമ്മൾ ഈ ഇത്ര കഷ്ടപ്പെട്ട് ഈ റിസർച്ച് പഠനം നടത്തുന്നത് എന്നതിന് നമുക്കൊരു ന്യായീകരണം. വൈ ഡു വി സ്റ്റഡി ദിസ് റിസർച്ച് പ്രോബ്ലം ഓർ എക്സ്പ്ലെയിനിങ് വൈ ഇറ്റ് ഈസ് നെസസറി ഓർ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് വിശദീകരിക്കുക. അതിന് പിന്നിലൊരു ന്യായം വേണ്ടേ. ഇനി കോൺടെക്സ്ച്വലൈസേഷൻ ആണ് രണ്ടാമത്തെ പ്രസക്തി എന്ന് പറയുന്നത്, റെലവൻസ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ സന്ദർഭത്തിൽ ഇത് എത്രമാത്രം ആപ്റ്റാണ് എന്ന് നോക്കുക എന്നുള്ളതാണ്. ഒരു വൈഡ് ബ്രോഡായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലത്തെ നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ നോളജ്, ലോകത്തിൽ ഇന്ന് ലഭ്യമായ നോളജ്, എക്സിസ്റ്റിംഗ് നോളജ് എങ്ങനെയാണ് ഈ മേഖലയിൽ കുറേ അവിടെ ഇവിടെയുള്ള അവ്യക്തതകളോ ഗ്യാപ്പുകളോ ഫില്ല് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ ചോദ്യം ഉപകരിക്കും. അതാണ് ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ ഒരുപാട് നോളജ്, വളരെ ബ്രോഡായിട്ടുള്ള നോളജ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവിടെ എവിടെയായിട്ട് ഇനിയും കണ്ടെത്താത്ത കുറേ സത്യങ്ങളുണ്ട്. ആ നോളജുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ആ ഗ്യാപ്പ് ആ ഫീൽഡിൽ, അതേത് മേഖലയാണോ പഠനവിധേയമാക്കുന്ന ആ ഫീൽഡിലുള്ള നോളജിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ക്ലാരിഫൈസ് റിസർച്ച് ക്വസ്റ്റ്യൻസ്. റിസർച്ചിന്റെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഹെൽപ്സ് ടു ക്ലാരിഫൈ ദ റിസർച്ച് ക്വസ്റ്റ്യൻസ്. റിസർച്ച് ക്വസ്റ്റ്യൻസിനെ ക്ലാരിഫൈ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൈപ്പോത്തസിസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ സങ്കല്പ സിദ്ധാന്തങ്ങൾ. എൻഷുറിങ് എ ഫോക്കസ്ഡ് ആൻഡ് വെൽ ഡിഫൈൻഡ് സ്റ്റഡി. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള, വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഉറപ്പുവരുത്തുന്നു. നാലാമതായിട്ട് എസ്റ്റാബ്ലിഷസ് എ സിഗ്നിഫിക്കൻസ്. നമ്മുടെ പഠനത്തിന്റെ റിസർച്ച് പ്രോബ്ലം അതിന് പ്രസക്തമാണ്, ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള ഒന്നാണ് എന്ന് സ്ഥാപിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ നമ്മുടെ റിസർച്ച് റെലവൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാഷണാലിറ്റിയുടെ റെലവൻസ് അവിടെയും കൂടിയാണ്. പ്രസക്തമായ ഒരു മേഖലയിൽ ആ ഒരു ഫീൽഡിൽ നമ്മുടെ വക പുതിയൊരു നല്ല കോൺട്രിബ്യൂഷൻ നമുക്ക് നൽകാൻ കഴിയും.
അതുകൊണ്ട് വളരെ പ്രസക്തമാണ് നമ്മുടെ പഠനത്തിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗവേഷണ പ്രശ്നം എന്ന് സ്ഥാപിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അത് പ്രസക്തമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, സ്ഥാപിക്കാൻ. ആൻഡ് ഇറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, പ്രായോഗികമായി അതിന് പ്രയോജനങ്ങളുണ്ട്. ലോകത്തിലെ ഒരുപാട് മേഖലകളുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. അവരുടെയൊക്കെ നമ്മുടെ ഈ ഉത്തരം കണ്ടെത്തൽ അവർക്കൊക്കെ സഹായകമാകും എന്ന് പറഞ്ഞ് സ്ഥാപിക്കലാണ് സിഗ്നിഫിക്കൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഗൈഡ്സ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോംസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ റിസർച്ച് മെത്തഡോളജി. ഒരു റിസർച്ചിന് ഒരു രീതിശാസ്ത്രമുണ്ട്, മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി എങ്ങനെ വികസിപ്പിച്ചെടുക്കണം എന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും, ഗവേഷണത്തിന് ഒരു പതിവ് രീതിശാസ്ത്രമുണ്ട്, ഒരു മെത്തഡോളജി ഉണ്ട്. ആ രീതിശാസ്ത്രം എങ്ങനെ വികസിപ്പിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു മുന്നോടിയായിട്ടുള്ള അറിവ്, ഒരു ഗൈഡിങ് ഇൻഫർമേഷനും കൂടിയാണ് നമ്മുടെ റിസർച്ചിന്റെ റാഷണല് നമ്മൾ തേടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എൻഷുറിങ് ദാറ്റ് ഇറ്റ്സ് അലൈൻഡ് വിത്ത് ദ സ്റ്റഡീസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മുടെ പഠനത്തിന്റെ ലക്ഷ്യങ്ങളും നമ്മുടെ ഗോൾസും ഒക്കെ ആയിട്ട്, ഉദ്ദേശ്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിണങ്ങി പോകുന്നുണ്ട് നമ്മുടെ റിസർച്ച് പ്രോബ്ലം തിരഞ്ഞെടുത്തത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താനും കൂടി ഇത് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിസർച്ചിന്റെ യുക്തിഭദ്രത, റാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഒപ്പം തന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇവാലുവേഷൻ. ഇത് മൂല്യനിർണയത്തെ സഹായിക്കുന്നു എന്നുള്ളതാണ്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇറ്റ് എനേബിൾസ് ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റഡീസ് സ്ട്രെങ്ത്, ലിമിറ്റേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ ബയാസ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ പഠന വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത്, റിസർച്ച് പ്രോബ്ലം നമ്മൾ തിരഞ്ഞെടുത്തത് എത്രത്തോളം നമ്മുടെ റിസർച്ച് നല്ല കരുത്തുള്ള ഒരു മേഖലയിലാണ് നമ്മൾ പഠിക്കുന്നത്, എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, സ്ട്രോങ് ആണ്. പക്ഷെ നമ്മുടെ റിസർച്ചിന് പരിമിതികളും പോരായ്മകളും ഒക്കെ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം പരിമിതികൾ, സ്ട്രെങ്ത് ആണ് കൂടുതൽ, പരിമിതികൾ നിസ്സാരമാണെങ്കിൽ ഓക്കെ, നമുക്ക് അതിനനുസരിച്ച് അതിനെ അത്യാവശ്യം എബോവ് ആവറേജ് റിസർച്ച് നമുക്ക് വിലയിരുത്താം, ഇവാലുവേറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ ബയാസ് വരാൻ സാധ്യതയുണ്ട്. കാരണം വ്യക്തികൾ, മനുഷ്യരാണ് തീർച്ചയായിട്ടും പഠിക്കുന്നത്. തീർച്ചയായിട്ടും പക്ഷപാതപരമായ കുറച്ചൊക്കെ സമീപനങ്ങൾ, ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷപാതപരമായിട്ട് നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം അനുസരിച്ച് ഒബ്ജക്റ്റീവ് അല്ലാതെ സബ്ജക്റ്റീവായിട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ആ റിസർച്ചിനെ സമീപിച്ചേക്കാം. അതൊക്കെ എങ്ങനെയൊക്കെ അത് ബയാസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തിച്ചാണ് ഈ നമ്മുടെ റിസർച്ച് പദ്ധതി എത്രമാത്രം മാർക്ക് കൊടുക്കണം, ഇവാലുവേറ്റ് ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. 7ാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് പോയിന്റ് എന്ന് നമുക്ക് പറയാം. അതായത് കമ്മ്യൂണിക്കേറ്റ്സ് റിസർച്ച് ഇൻറ്റന്റ്. നമ്മുടെ റിസർച്ചിന്റെ ഉദ്ദേശ്യം, ഇൻറ്റന്റ് എന്താണ്, പർപ്പസ് എന്താണ്, ലക്ഷ്യം എന്താണ്, ഉദ്ദേശ്യം എന്താണ്? ഇന്റൻഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശമാണ് അല്ലേ. സോ അതെന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടി ഉപകരിക്കുന്നത്. ഇറ്റ് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ്സ് ദ റിസർച്ച് ഇൻറ്റന്റ് ഓർ റിസർച്ച് ഗോൾസ് ആൻഡ് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ്. നമ്മൾ ഈ റിസർച്ച് നടത്തിയിട്ട് എന്ത് ഫലമാണ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടാൻ പ്രതീക്ഷിക്കുന്നത്, അത് എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്താണ് എന്ന് അതിന്റെ ഗുണഭോക്താക്കളെ, ഈ റിസർച്ചിന്റെ ഫലം കിട്ടിയിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിന്റെ ഗുണഭോക്താക്കൾ, അത് കിട്ടാൻ ആഗ്രഹം നിൽക്കുന്ന ആൾക്കാർ. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആ എക്സ്പെക്റ്റഡ് റിസൾട്ട്സും ഇതൊക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിനെല്ലാം അറിയണം. അല്ലെങ്കിൽ റിസർച്ച് പ്രസിദ്ധീകരിക്കാനാണ് പോകുന്നത്, പബ്ലിഷ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അതിന്റെ റീഡേഴ്സിന് അറിയണം. ഭാവി തലമുറ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് പ്രോബ്ലം എടുത്ത് പഠിക്കാൻ സാധ്യതയുണ്ട്. അവർക്കൊക്കെ അത് അറിയണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു? റിസർച്ച് എന്ന നമ്മുടെ റിസർച്ചിന്റെ റാഷണൽ, അല്ലെങ്കിൽ യുക്തിഭദ്രത അല്ലെങ്കിൽ റെലവൻസ്, ആ റാഷണൽ അതിന്റെ പ്രസക്തി എന്താണ്, അതിനകത്ത് വലിയ കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, റാഷണൽ വേണം റിസർച്ചിൽ എന്ന് ചിന്തിക്കുന്നതിൽ കാര്യമുണ്ട്. അതിന് ഒരു ന്യായീകരണം വേണം നമ്മൾ പഠനം നടത്തുന്നതിന്. ഏത് കോണ്ടെക്സ്റ്റ് ആണെന്നുള്ളത് കോണ്ടെക്സ്റ്റുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ, ലോകത്തിലെ ഇന്ന് അജ്ഞാതമായിരിക്കുന്ന അറിവിന്റെ മേഖലകളെ പൂരിപ്പിക്കാൻ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ, നമ്മുടെ റിസർച്ചിലെ ചോദ്യങ്ങളെ ക്ലാരിഫൈഡ് ആണോ, അതുപോലെ തന്നെ അതിന്റെ പ്രസക്തിയെ ഒന്നുകൂടി ഉറപ്പിക്കാൻ, അതുപോലെ തന്നെ റിസർച്ചിന്റെ മെത്തഡോളജി കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്താൻ, ഇവാലുവേഷനെ വിലയിരുത്തൽ, അതുപോലെ തന്നെ റിസർച്ചിന്റെ ഉദ്ദേശ്യം വേണ്ടപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ റെലവൻസ് ഉറപ്പിക്കുന്നത്, റിസർച്ചിന്റെ റാഷണാലിന്റെ റെലവൻസ്.